സെലിബ്രിറ്റികളിൽ ഭൂരിവിഭാഗം പേരും വ്യക്തിജീവിതത്തിലുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പബ്ലിക്കായി പറയാറില്ല. വിവാഹമോചനം, പ്രണയത്തകർച്ച എന്നിവയെക്കുറിച്ചാണെങ്കിൽ ചോദ്യങ്ങൾ വന്നാൽ സൂചിപ്പിക്കുമെന്ന് അല്ലാതെ വിശദമായി പറയാൻ ഇതുവരെ ആരും തന്നെ തയ്യാറായിട്ടില്ലെന്ന് തന്നെ പറയാം. എന്നാൽ യുവതലമുറയിലെ താരങ്ങൾ തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്തവരാണ്. മറ്റാർക്കും തനിക്കുണ്ടായ അനുഭവം ഉണ്ടാകരുതെന്ന അവരുടെ ഉദ്ദേശം. അങ്ങനെയൊരു ലക്ഷ്യത്തോടെയാണ് 2 വർഷത്തെ പ്രണയബന്ധത്തിൽ നിന്നും താൻ അനുഭവിച്ചത് നടി അനുപമ പരമേശ്വരൻ വെളിപ്പെടുത്തിയത്. ജീവനെടുക്കാൻ പോലും തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഐ ആം വിത്ത് ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അനുപമ പറയുന്നു. എല്ലാ ദിവസവും 24 മണിക്കൂറും ഞാൻ കരച്ചിലാണ്. ഇതിങ്ങനെ തുടർന്നാൽ ഞാൻ സ്വയം ജീവനൊടുക്കിയേക്കുമെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെയാണ് സാധാരണ ദിവസങ്ങളിൽ പോലും എനിക്ക് തോന്നിത്തുടങ്ങിയത്. ഇപ്പോൾ മരിച്ചാൽ ഞാൻ എന്ത് ഹാപ്പി ആയിരിക്കുമെന്ന്, സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ. അങ്ങനെയൊരു സ്റ്റേജിലേക്ക് എൻ്റെ മനസ്സെത്തിയിരുന്നു. ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമായിരുന്നു എനിക്ക്. പക്ഷേ അയാൾ എന്നോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം എനിക്ക് ആ വ്യക്തിയെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. നാർസിസ്റ്റായിട്ടുള്ളവർ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും സൗകര്യപൂർവ്വം ഒഴിഞ്ഞുമാറും. അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം പോലും ഇത്തരക്കാർ ഏറ്റെടുക്കില്ല. മറ്റുള്ളവരെ പഴിചാരും. ബ്രേക്കപ്പ് ചെയ്യാനുള്ള അവസാന സംഭാഷണത്തിൻ്റെ ലാസ്റ്റ് 10 സെക്കൻഡിൽ ഞാൻ ആ വ്യക്തിയുടെ മാസ്ക് അഴിഞ്ഞു വീഴുന്നതും അയാൾക്കുള്ളിലെ പിശാചിനെയും കണ്ടു. എല്ലാം അവസാനിപ്പിച്ച് പിരിയാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴും ആ വ്യക്തിയുടെ ഉദ്ദേശം ജീവിതകാലം മുഴുവൻ വേദനിപ്പിക്കുക എന്നതായിരുന്നു. ആ ക്ലോഷർ സമയത്ത് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത വ്യക്തിക്കൊപ്പം ഞാൻ 2 വർഷം എങ്ങനെ ഇരുന്നുവെന്ന് ആലോചിച്ച് അതിശയിച്ചു. അതിനുശേഷം എൻ്റെ കണ്ണിൽ നിന്നും ഒരു കണ്ണുനീർ പോലും അയാൾക്ക് വേണ്ടി പൊഴിഞ്ഞിട്ടില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഹീലാകണമെന്ന്. കാരണം ഞാൻ എൻ്റെ ശരീരത്തെ അത്രമേൽ ശിക്ഷിക്കുകയും അനാദരവ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അയാളുടെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുപടിയായി എൻ്റെ പീരിയഡ്സിനെ കുറിച്ച് പറഞ്ഞ് പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യും. 11 മക്കൾ വേണമെന്ന് സ്വപ്നം കണ്ടിരുന്നയാളാണ് ഞാൻ. ഈ സാഹചര്യത്തിൽ എനിക്കിപ്പോൾ കുട്ടികൾ പോലും വേണ്ടെന്ന് തോന്നുന്നു. ഇത്തരം ആളുകൾ കാണിക്കുന്ന സ്നേഹമാണോ വെറുപ്പാണോ യഥാർത്ഥമെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അയാൾ എന്നോട് മാപ്പ് ചോദിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നും. അതുപോലെ തന്നെ അയാൾ ദേഷ്യപ്പെടുമ്പോൾ അതും യാഥാർത്ഥ്യമാണെന്ന് തോന്നും. ഈ വ്യക്തി ഒരുപാട് തെറാപ്പി എടുത്ത വ്യക്തിയാണ്. നാർസിസ്റ്റ് ഡിസോർഡർ എന്നാണല്ലോ നമ്മൾ പറയാറ്. യഥാർത്ഥത്തിൽ അതൊരു ഡിസോർഡറാണോ? കാരണം പുറത്തിറങ്ങുമ്പോൾ എല്ലാവരോടും വളരെ സ്നേഹവും ബഹുമാനവും കരുണയും കാണിക്കും. പക്ഷേ റൂമിൽ കയറുമ്പോൾ അടുത്ത സെക്കൻഡിൽ സ്വഭാവം മാറും. ഡിസോർഡർ ആണെങ്കിൽ ഒറ്റ സെക്കൻഡിൽ സ്വഭാവം മാറ്റാൻ പറ്റുമോ? കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? തിരിച്ചടികൾ ഉണ്ടായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്കറിയാം. ആരുടെയും വാലിഡേഷൻ വേണ്ട. ചില സമയങ്ങളിൽ ആളുകൾ സൈലൻസിനെ മെച്യൂരിറ്റിയായി കാണും. എന്നാൽ അങ്ങനെയല്ല. ചില സമയങ്ങളിൽ ആളുകൾ സൈലൻ്റ് ആകുന്നത് ഭയം കൊണ്ട് ആയിരിക്കാം. സത്യം പുറത്തു വരുമെന്ന് കരുതി നിശബ്ദത പാലിക്കുന്നതാകും. 0-ൽ നിന്നാണ് തുടങ്ങിയത്. വീണ്ടും 0-ലേക്ക് പോകാൻ എനിക്കൊരു ഭയവുമില്ല. സിനിമ കിട്ടിയില്ലെങ്കിൽ വേണ്ട. അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിറ്റ് സുഖമായി എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ ജീവിക്കുമെന്നും അനുപമ പറഞ്ഞു.